വേറെ ലെവലാണ്. എൻ്റെ പൊന്നോ, ഇതെന്താണിത്? ഈ ഇറച്ചിയുടെ കൺസിസ്റ്റൻസി ഉണ്ട്, വെറുതെ മെൽറ്റായി പോകുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസി ഉണ്ട്. ഹലോ ഗൈസ്, ഷാൻസ് കോർമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി വന്നേക്കാണ്, മറൈൻ ഡ്രൈവിൽ. ഇപ്പോൾ കൊച്ചിയിലൊരു മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ് ഈ മറൈൻ ഡ്രൈവ്. അപ്പോൾ നമുക്ക് വാട്ടർ മെട്രോ കയറാം. പക്ഷേ അതിന് മുമ്പ് ഇവിടെ മറൈൻ ഡ്രൈവിൽ സൈഡിൽ തന്നെ ഉള്ള ഈ കുലുക്കിക്കടയെ കയറാട്ടോ. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇവിടെ വരാറുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ കുലുക്കിക്കട. ഇവിടുത്തെ മെയിൻ സാധനം ബൂസ്റ്റ് കുലുക്കിയാണ്. ബൂസ്റ്റ് കുലുക്കി കുടിക്കാം. ബൈ ഏക് ബൂസ്റ്റ് കുലുക്കി. ഈ പാലൊക്കെ ഒഴിച്ചിട്ടാണ് അടിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. സാധാ ഒരു ഷാർജ ഷേക്ക് കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ലതാണ്. ഇവിടെ മാങ്ങയുണ്ട് വേറെ, പിന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ. കുടിച്ചു കഴിഞ്ഞ് മറൈൻ ഡ്രൈവ് വരുമ്പോൾ എന്തായാലും ഇവിടെ വരിക. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിരത്തി കുലുക്കി കടകളാണ്. നമ്മൾ ബൂസ്റ്റ് കുലുക്കി കുടിച്ച് കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിവിടെ മാങ്ങയും വേറെ കുറേ ഫ്ലേവറൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ബൂസ്റ്റാണ് ഇഷ്ടം. ഇതിനു മുമ്പ് വന്നപ്പോൾ ഞാൻ കുടിച്ചായിരുന്നു. പിന്നെ മെട്രോ ഞാൻ ആദ്യമായിട്ടാണ് കയറണം, വാട്ടർ മെട്രോ. മറ്റേ മെട്രോ ഒക്കെ കയറിയിട്ടുണ്ട്, വാട്ടർ മെട്രോ ആദ്യമായിട്ടാണ് കയറണം. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട് അവിടെ, നമുക്ക് നേരത്തെ ചെന്ന് നിൽക്കാം കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഫെറി ഉണ്ട്. വേറെ മറ്റേ 900 രൂപയുടെ ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ദിവസം ഫുള്ള് അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉള്ള ബോട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ടതേ, ഇതാണ് നമ്മൾ പോകുന്ന വാട്ടർ മെട്രോ കേട്ടോ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 5-6 മാസം കണ്ടായി. നമ്മളിപ്പോഴാണ് കയറണത്. കണ്ട എൻ്റെ മോനെ, ഒരു എയർപോർട്ട് പോലെയൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. എടാ ടിക്കറ്റ് എടുക്കണകത്തല്ലേ? തിരക്ക് നോക്കി അകത്താണ്ട ടിക്കറ്റ് എടുക്കണം. ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കയറണം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. 40 രൂപ ടിക്കറ്റിൽ നിന്ന് തോന്നും. ഇതിനു മുമ്പ് ഞാൻ വേറെ വീഡിയോ കണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കാർഡ്. ഇതുവഴിയാണ്ട കയറി പോണ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കണം ആദ്യം, എന്നിട്ട് ലൈനായിട്ടാണ് പോകുന്നത് അകത്തോട്ട്. ഇതാണ് ടിക്കറ്റ്. ഇത് സ്കാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ അകത്തോട്ട് കയറിയത്. അകത്തോട്ട് കയറാൻ വേണ്ടി പോണേട്ടാ. അവിടെ തുറന്നിട്ടുണ്ട്. ഒരു മെട്രോയിൽ ഇത്രയും ആൾക്കാരാണെങ്കിൽ ഫുൾ തിരക്കായിരിക്കും. ഇവിടെ നിരത്തി മെട്രോ ഉണ്ട് കേട്ടോ. 1, 2, 3, 4 എണ്ണം ഉണ്ട്. നമ്മളെ ഏറ്റവും അറ്റത്തേലാണ്, ഫസ്റ്റ് കിടക്കണേലാണ് കയറാൻ പോണത്. മൈ ഗോഡ്. പോൺടൂൺ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ എല്ലാ സ്ഥലത്തും ഇതാണ്. ഇതൊന്നും പോണില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും അറ്റത്ത് പറഞ്ഞ കിടപ്പുണ്ട്, അതിലോട്ടാണ് പോണ. അപ്പോൾ നമ്മ കയറാൻ വേണ്ടി പോണേണ്. വേറെ ലെവലാണ്. എൻ്റെ പൊന്നോ, ഇതെന്താണിത്? പൊരിഞ്ഞ തിരക്ക്. ഇവിടെയാണ് ബോട്ട് ഓടിക്കുന്ന ആളിരിക്കണം. ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഇത് റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്, എന്നാലും നമ്മൾ വീഡിയോ എടുക്കും. ഇതിൻ്റെ അകത്താണ് അവരിയ്ക്കുന്നത്. ഇതിൽ നല്ല AC ഉണ്ട് കേട്ടോ. മറ്റേ ബോട്ട് എന്ന് പറയുമ്പോൾ കുറഞ്ഞ വിലയുള്ളല്ലോ. ഇതെന്ന് പറയുമ്പോൾ AC ആയതുകൊണ്ടാണ് 40 രൂപ. പിന്നെ നല്ല സ്പീഡിലും പോകും, മെട്രോ പോലെ. പിന്നെ ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ടെന്നേ, മറ്റേ വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ
വാട്ടറിന്റെ മേളില് പാലമൊക്കെ ഇട്ടിട്ട് മെട്രോ ട്രെയിൻ പോകുന്ന വിചാരിച്ചോണ്ടിരുന്ന. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. പക്ഷെ ഇത് കൊള്ളാം, നല്ല ഒരു കൺസെപ്റ്റാണ്. ബോട്ട് എടുത്തിട്ടാ എടുക്കുമ്പോ തന്നെ നല്ല സ്പീഡിലാണ്ടാ പോണ. വേറൊരു ബോട്ട് തന്നെ ഗൈസ്, വെറുതെ പറന്നാണ്ടാ പോണ വണ്ടി. ഇത് വേറെ ഒന്ന മണി. അപ്പുറത്തെ സൈഡില് കൊച്ചി ഷിപ്പ്യാർഡാണ്ടാ കാണുന്നത്. ഇതാണ് ഹയാത്ത്. ഗൈസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് കേട്ടോ. വണ്ടി കൊണ്ട് ലോക്കിയാണ് ഇങ്ങനെ കേട്ടോ. ഗൈസ് അങ്ങനെ വൈപ്പിനെത്തി. പേര് ഇറങ്ങിപ്പോണ്ട്. നമുക്കപ്പോൾ സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ഇനി അടുത്തത് നേരെ ഫോട്ടോ വെച്ചാണ്. നമുക്ക് ഇറങ്ങാം. ഇവിടെ എല്ലാവരും ഇറങ്ങി തുടങ്ങിയിട്ടാ. നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചെത്തി. എല്ലാവരും ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അവസാനം ഇറങ്ങാം. ഗൈസ് അങ്ങനെ മെട്രോ ഇറങ്ങിയിട്ടാ നമ്മൾ. ഇത് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നോക്കി മോനെ. ഇത് ബീച്ചാണ്. ബീച്ചിൻ്റെ മേളിൽ കൂടി ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ട് പണിതേക്കും. വേറെ മൂഡ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് എത്തിയിട്ടാ. ഫോട്ടോ വെച്ച് ബീച്ചിൻ്റെ ഇവിടെ എത്തി. ഇവിടെ വരെ വന്നിട്ട് നമ്മൾ വെറുതെ പോകണ ശരിയല്ല ഫോട്ടോ വെച്ചിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു നല്ല ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് ഫുഡും കൂടി കഴിച്ചിട്ട് വന്ന മെട്രോയിൽ തന്നെ തിരിച്ചു പോവാം. അപ്പോൾ അത് നമ്മൾ മെട്രോയുടെ സൈഡിലുള്ള ഇതാണ് മെട്രോ. ആ മെട്രോയുടെ സൈഡിലുള്ള വഴി കൂടി നമ്മൾ ബീച്ചിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇതാണ് കേട്ടോ ബീച്ച്. പണ്ട് ഇത് അടിപൊളി ബീച്ചായിരുന്നു. ഇപ്പം വെള്ളം കയറി 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 ബീച്ച് കരയില്ല. ഇപ്പം നശിഞ്ഞ ബീച്ചായി മാറി. പണ്ട് അടിപൊളിയായിരുന്നു ഈ ബീച്ച്. പണ്ട് ഇവിടെ കുളിക്കാനൊക്കെ വരുമായിരുന്നു. ഇപ്പം ശോകം ബീച്ചായി. ഗൈസ് അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. നമുക്ക് നേരെ ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാം. ഇറച്ചിച്ചോറ്, ഇവിടെ ഇറച്ചിച്ചോറ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് നല്ല. അപ്പോൾ നമുക്ക് അത് ട്രൈ ചെയ്യാം. ആരോടെങ്കിലും ചോദിക്കുക ഇവിടെ നല്ല ഇറച്ചിച്ചോറ് അവിടെ കിട്ടണമെന്ന്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ എത്താമല്ലോ. അല്ല ഈ വെയിലത്ത് അത് അന്വേഷിച്ച് കിടക്കാമെന്ന് വയ്യ. അപ്പോൾ നമുക്ക് ആരോടും ചോദിക്കാം. അല്ലെങ്കിൽ ഓട്ടോക്കാരോട് ചോദിച്ചാൽ അവരും ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ചേട്ടാ ചേട്ടാ ഓട്ടം പോവും. ആ ഇവിടെ നല്ല ഇറച്ചിച്ചോറ് കിട്ടുന്ന കട എവിടെ? നൂറിയായാലും പോകേണ്ടി വരും. അടുത്താണ് അവിടെ. 80 രൂപയുടെ ഓട്ടോ ഉണ്ട്. 80 രൂപ? പിന്നെ 50 രൂപയുടെ ഓട്ടോ ഉണ്ട്. അതെവിടെ? ഇവിടെ അടുത്തൊരു ബോട്ട് ജെട്ടി ഉണ്ട്, KSRTC. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ട് കയറിയിട്ട് എറണാകുളം. ഈ വളവിലല്ലേ? ഈ വളവിലല്ലേ? നമ്മളെ ഇറച്ചിച്ചോറ് കിട്ടിയിട്ടേ വീട്ടിൽ പോകുള്ളൂ. അപ്പോൾ തിരിച്ച് മെട്രോയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇയാൾ പറഞ്ഞ ബെസ്റ്റ്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ദ ബെസ്റ്റ് ഇറച്ചിച്ചോറ്. ഇപ്പോൾ വരും ഇറച്ചിച്ചോറ്. ഇതാണ് ഇറച്ചിച്ചോറ്. കൊള്ളാട്ടോ. ഇറച്ചിയുടെ പീസൊക്കെ കണ്ട ഇത്രയും വലുതാണ്. ഈന്തപ്പഴ അച്ചാറാണ്. നല്ല ചൂടുണ്ടാവും. വെറുതെ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാൽ കൊള്ളാം, സൂപ്പറാണ്. ഈ ഇറച്ചിയുടെ കൺസിസ്റ്റൻസി ഉണ്ട്. വെറുതെ മെൽറ്റായി പോകുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസി ഉണ്ട്.
കണ്ടോ പുള്ളി സാധനം ഇത്ര ദിവസം ഇത് അറിയാതെ പോയി ഇവിടെ ഇരുന്നിട്ട്. നൂറിയെന്ന് ഇറച്ചിച്ചോറ് കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കണ കേട്ടോ. അയ്യോ ഭയങ്കര ഹെവിയാണ് വയ്യ. പക്ഷെ ടേസ്റ്റ് ഒരു മന്തിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. ഒരു പ്രത്യേക ഒരു പുളിയൊക്കെ ഉണ്ട്. പിന്നെ 2 കഷ്ണം വലിയ ഇത്രക്കാട്ടം ബീഫും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതുകൊണ്ട് നല്ല കുഴപ്പമില്ല. ബീഫ് വെറുതെ സോഫ്റ്റ്, ബീഫ് ഒന്നും പറയില്ല. ആ റൈസ് ഒരു മന്തിയുടെ ഒരു പുളിപ്പ് ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ചൂടാണ്. പിന്നെ അത് മാത്രമല്ല വെള്ളവും ചൂട്, പുറത്തും ചൂട്. ഓ ഭയങ്കര ചൂട്. സാധനം അടിപൊളിയാണ് കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്തു ഇവിടെ വരണമെങ്കിൽ എല്ലാവരും ഈ നൂറിയയിൽ വരിക. മട്ടാഞ്ചേരിയിലാണ്, ഗൂഗിൾ മാപ്പിലുണ്ട്, അല്ലെങ്കിൽ ഓട്ടോക്കാരോട് ചോദിച്ചാൽ അവരുകൊണ്ട് വിടും. അപ്പോൾ അമ്മ തിരിച്ചിനി മെട്രോ ചെന്നിട്ട് തിരിച്ച് അമ്മ ഹൈക്കോട്ടിലോട്ട് പോകണം. ഇനി ഓട്ടോയ്ക്ക് പോകണം, നടന്നു പോകണമെന്നാണ്. ഓട്ടോക്കാരന് 80 രൂപ മേടിച്ചാൽ അറുത്ത്. അധികം ഇല്ലല്ലോ, ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ എന്തോ ഉള്ളു അപ്പുറത്തോട്ട് മെട്രോൻ്റെ അങ്ങോട്ട്. 80 രൂപ മേടിച്ചേക്കണം. 60 രൂപയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ മാക്സിമം. 50 രൂപ 80 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വെരി വെരി ഓവർ. 60 രൂപ മേടിച്ചാൽ 60 രൂപ. നമ്മ അങ്ങനെ തിരിച്ച് ഹൈക്കോട്ടിലോട്ട് പോകണേ. ടിക്കറ്റ് എടുത്ത് നമ്മളെ ക്യൂ നിന്ന് ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തിരിച്ച് ഹൈക്കോട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണേ. നമ്മൾ ആദ്യം ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ കിട്ടിയിട്ടാണ്. പിന്നെ അവിടെ തന്നെ കയറി. പിന്നെ നമ്മൾ ഇപ്പോൾ വന്ന ഓട്ടോ 60 രൂപയുള്ള ആകെ. ആദ്യം വന്ന ഓട്ടോക്കാരൻ നമ്മളെ പറ്റിച്ച്. അങ്ങനെ ബോട്ട് എടുത്തിട്ടാണ് ബോട്ട് നീങ്ങി തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മെട്രോ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹൈക്കോട്ടിലെത്തി. അതുപോലെ മെട്രോ ഇറങ്ങാൻ പോണേ. അങ്ങനെ നമ്മൾ മെട്രോ കയറി തിരിച്ചിറങ്ങി വീട്ടിൽ പോണേ. ഒന്നുകൂടി പോകണമെന്നുണ്ട്. നല്ല ഒരു ഫീലാണ് കേട്ടോ അതിനകത്ത് ഇരിക്കുമ്പോൾ. കാര്യം 40 രൂപയൊക്കെയാണ്, എന്നാലും നല്ലൊരു സുഖമാണ് അതിനകത്ത് ഇരിക്കാൻ. അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ പോണേ. ഇനി അടുത്തൊരു റൈഡ് ഇതേപോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതേപോലെ ഇനിയും ട്രാവൽ വീഡിയോസ്, ഫുഡ് വീഡിയോസൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ ഫ്രം ഷാൻസ് കോർണർ.